പീപ്പിൾ പ്രേക്ഷകർക്ക് എൻ്റെ നമസ്കാരം. മനുഷ്യ ശരീരം എന്ന് പറയുന്നത് പ്രകൃതിയുടെ കുറ്റമറ്റ ഒരു സൃഷ്ടിയാണ്. പ്രകൃതി നമുക്ക് യാതൊരു രോഗവും തരുന്നില്ല. നമ്മുടെ പ്രകൃതി വിരുദ്ധ ജീവിത രീതി മൂലമാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ പ്രകൃതിയിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ, പ്രകൃതി നിയമങ്ങളനുസരിച്ചുള്ള ജീവിതക്രമം പടുത്തി ഉയർത്തുകയാണെങ്കിൽ തീർച്ചയായും രോഗമില്ലാത്ത ഒരു സമൂഹം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. പ്രകൃതി ചികിത്സ വാസ്തവത്തിൽ യാതൊരു മരുന്നും ഉപയോഗിക്കാത്ത ഒരു ചികിത്സയാണ്. എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ രോഗം മാറാൻ മരുന്നുകളുടെ ആവശ്യമില്ല. ശരീരം തന്നെ രോഗം മാറ്റും. സ്വയം ചികിത്സിക്കാൻ കഴിവുള്ള ഒരു അത്ഭുത യന്ത്രമായിട്ടാണ് പ്രകൃതി മനുഷ്യൻ്റെ ശരീരം സൃഷ്ടിച്ചിട്ടുള്ളത്. പ്രകൃതി വിരുദ്ധ ജീവിത രീതി മൂലം മനുഷ്യൻ്റെ രക്തത്തിലുണ്ടാകുന്ന വിഷസങ്കലനമാണ് എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം എന്നാണ് പ്രകൃതി ചികിത്സ വിശ്വസിക്കുന്നത്. ഈ വിഷസങ്കലനത്തെ വിസർജിപ്പിച്ച് കളയുക എന്നതാണ് പ്രകൃതി ചികിത്സയിൽ ചെയ്യുന്നത്. അതിനുവേണ്ടി പ്രധാനമായും ഞങ്ങൾ ആശ്രയിക്കുന്നത് ഉപവാസം, ഭക്ഷണത്തിലുള്ള നിയന്ത്രണം, യോഗ, വിവിധതരം ജലചികിത്സകൾ, വ്യായാമം തുടങ്ങിയ ഉപാധികളാണ്. ഈ ഉപാധികളിലൂടെ രക്തത്തിലുള്ള വിഷസങ്കലനത്തെ വിസർജിപ്പിച്ച് കളഞ്ഞാൽ രോഗം മാറി. ഇതാണ് പ്രകൃതി ചികിത്സയുടെ രത്നച്ചുരുക്കം എന്ന് പറയാവുന്നത്. മരുന്ന് ഉപയോഗിക്കാതെ എങ്ങനെയാണ് രോഗം മാറുന്നത് എന്നൊരു സംശയം പൊതുവെ ആളുകൾ ഉന്നയിക്കാറുണ്ട്. അപ്പം അതിന് പ്രധാനമായും ഞങ്ങൾ പ്രയോഗിക്കുന്നത് ഉപവാസമാണ്. ശരീരത്തിൻ്റെ സ്വയം അറ്റകുറ്റപ്പണികൾ പരിഹരിക്കാനുള്ള ആ ശക്തി എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ ദഹനേന്ദ്രിയ വ്യവസ്ഥ കാലിയായിരിക്കണം. ദഹനേന്ദ്രിയത്തിനകത്ത് ഭക്ഷണം പാടില്ല. ദഹന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഊർജ്ജം ചെലവഴിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അതിനെ ദഹിപ്പിക്കാൻ, അതിനെ വലിച്ചെടുക്കാൻ, അതിനെ വിസർജിക്കാൻ ഒക്കെ ഊർജ്ജം ചിലവാക്കുന്നുണ്ട്. ഭക്ഷണമില്ലാതിരുന്നാൽ ഈ ഊർജ്ജം മുഴുവൻ ശരീരം റിപ്പയറിങ്ങിലേക്ക് തിരിച്ചുവിടും. അങ്ങനെ രക്തത്തിനകത്തുള്ള വിഷസങ്കലനാവസ്ഥയെ കുറച്ച് കൊണ്ടുവരും. ഉപവാസ സമയത്ത് വ്രണങ്ങൾ അതിവേഗം ഉണങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. മുഴകൾ അതിവേഗം അപ്രത്യക്ഷമാകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. എല്ലാ രോഗങ്ങളും ആകാവുന്നത്ര വേഗത്തിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ അവസരം ശരീരം ഉപയോഗിക്കുന്നു. പിന്നെ ഉപവാസത്തെക്കുറിച്ച് സാധാരണ ആളുകൾ ചോദിക്കാറുണ്ട്, ഇത് ഉപവാസം എന്ന് പറഞ്ഞാൽ അത് പട്ടിണിയല്ലേ, അതിനകത്ത് അപകടം സംഭവിക്കുകയില്ലേ എന്നൊരു സംശയം സാധാരണ ജനങ്ങൾക്കുണ്ടാവാറുണ്ട്. ഉപവാസം പട്ടിണിയല്ല. ഉപവാസ സമയത്ത് എടുത്തുപയോഗിക്കാൻ വേണ്ടിയിട്ട് റിസർവ് ഫുഡ്, കരുതൽ ശേഖരം എന്ന രീതിയിൽ ശരീരം തന്നെ ഭക്ഷണം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതെടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉപവാസം എന്ന് പറയുന്നത് പട്ടിണിയല്ല. കരുതൽ ശേഖരം തീരുമ്പോൾ മാത്രമേ അത് പട്ടിണിയായി മാറുകയുള്ളൂ. വിദഗ്ധനായ ഒരു പ്രകൃതി ചികിത്സകന് ഈ അവസ്ഥ തിരിച്ചറിയാനും തക്ക സമയത്ത് ഉപവാസം അവസാനിപ്പിക്കാനും സാധിക്കും. അതുകൊണ്ട് ഉപവാസം എന്ന് പറയുന്നത് വളരെ സേഫ് ആയിട്ടുള്ള, സുരക്ഷിതമായിട്ടുള്ള ഒരു ചികിത്സാ മാർഗമാണ്. പക്ഷിമൃഗാദികൾക്ക് രോഗമില്ല. അവ പ്രകൃതിയുടെ താളത്തിനനുസരിച്ചാണ് ജീവിക്കുന്നത്.
മനുഷ്യർക്കും മനുഷ്യൻ വളർത്തുന്ന പക്ഷിമൃഗാദികൾക്കുമാണ് രോഗമുള്ളത്. നമ്മുടെ ശീലങ്ങൾ നമ്മുടെ വളർത്തുമൃഗങ്ങളെയും നമ്മൾ ശീലിപ്പിച്ചത് കൊണ്ടാണ് അവക്കും രോഗം വന്നത്. പൂർണ്ണമായും പ്രകൃതിയിലേക്ക് തിരിച്ചു പോകാൻ ഇന്നത്തെ അവസ്ഥയിൽ ഇനി മനുഷ്യന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും രോഗമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കാനും പ്രയാസമാണ്. ആകാവുന്നത്ര പ്രകൃതിയുമായി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനാണ് ഇന്ന് പ്രകൃതി ചികിത്സകർ ആഹ്വാനം ചെയ്യുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ പറയുന്നത് മിതമായിട്ടുള്ള ഭക്ഷണം, മിതമായിട്ടുള്ള അധ്വാനം അല്ലെങ്കിൽ വ്യായാമം, മിതമായിട്ടുള്ള വിശ്രമവും ഉറക്കവും, കാറ്റും വെയിലും ശരീരത്തിൽ ഏൽപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം, മാനസികമായ സ്വസ്ഥത, ഈ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഭക്ഷണകാര്യത്തിൽ മിതത്വം പാലിക്കുക, ആകാവുന്നത്ര വെജിറ്റേറിയൻ ആവുക, അതിൽ തന്നെ വേവിക്കാത്ത പച്ചക്കറികൾക്ക് പഴങ്ങൾക്ക് പ്രാധാന്യം നൽകുക, മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ കഴിക്കുക, മത്സ്യം, മാംസം, മുട്ട, ബേക്കറി സാധനങ്ങൾ, എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവ ആകാവുന്നത്ര വർജിക്കുക. വ്യായാമം ഒരു ശീലമാക്കുക. വിശ്രമത്തിനും ഉറക്കത്തിനും വിനോദോപാധികൾക്കും യഥാർത്ഥത്തിലുള്ള സമയം കണ്ടെത്തുക. കുറച്ച് യോഗയും ധ്യാനവും നിത്യേന പരിശീലിക്കുക. ഈ രീതിയിലുള്ള ഒരു ജീവിതക്രമം പടുത്തുയർത്തുകയാണെങ്കിൽ മനുഷ്യന് ആകാവുന്നത്ര ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയും എന്നാണ് ഞങ്ങളുടെ ഉറച്ച അഭിപ്രായം. വിവിധ ചികിത്സാ രീതികൾ ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതിനേറ്റവും പ്രധാനപ്പെട്ടത് ഹൈഡ്രോതെറാപ്പി, ജലചികിത്സ എന്ന പേരിൽ അറിയപ്പെടുന്ന ചികിത്സകളാണ്. ജലചികിത്സയുടെ പ്രിൻസിപ്പൽ വളരെ ലളിതമാണ്. നമ്മൾ ബോധക്കേട് വന്ന ഒരു രോഗിയുടെ മുഖത്ത് വെള്ളം തെളിക്കുമ്പോൾ ആ രോഗിക്ക് പെട്ടെന്ന് ബോധം വരുന്നുണ്ട്. തലച്ചോറിലേക്കുള്ള രക്തചംക്രമണം വർദ്ധിച്ചതാണ് കാരണം. ശരീരത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് രക്തചംക്രമണം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വിവിധ ജലചികിത്സാ രീതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. വെള്ളത്തിൽ ഇരുന്നുകൊണ്ടുള്ള ഉദരസ്നാനം, വെള്ളത്തിൽ കിടന്നുകൊണ്ടുള്ള നട്ടെല്ല് സ്നാനം, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മണ്ണ് കുഴച്ച് വെച്ചുകൊണ്ടുള്ള മഡ് പാക്ക് ചികിത്സകൾ, തുണി നനച്ച് കെട്ടിക്കൊണ്ടുള്ള വിവിധതരം വെറ്റ് പാക്കുകൾ, ഇവയെല്ലാമാണ് ഹൈഡ്രോതെറാപ്പി അല്ലെങ്കിൽ ജലചികിത്സാ രീതിയിൽ ഞങ്ങൾ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം വെയിൽ, കാറ്റ് ഇവയുടെ ഉപയോഗം പ്രധാനമാണ്. രാവിലെ എല്ലാ രോഗികളോടും ഞങ്ങൾ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ സമയം വെയിലെത്തിയിരിക്കാൻ വേണ്ടിയിട്ട് പറയും. കാറ്റും വെയിലും കൊള്ളുക എന്നുള്ളത് ചികിത്സയിൽ വളരെ പ്രധാനമാണ്. അതോടൊപ്പം എല്ലാ ദിവസവും യോഗ, കുറച്ച് സമയം മെഡിറ്റേഷൻ, ആകാവുന്ന രോഗികൾക്കെല്ലാം വ്യായാമം, ഇവയും ചികിത്സയുടെ ഭാഗമായി അനുവർത്തിക്കുന്നു.
മണ്ണ് ചികിത്സ ജലചികിത്സയുടെ ഒരു ഭാഗം തന്നെയാണ്. 6 അടി ആഴത്തിലുള്ള മണ്ണ് കിളച്ചെടുത്ത് അരിച്ച് വൃത്തിയാക്കിയിട്ട് പച്ചവെള്ളത്തിൽ കുഴച്ച് തുണിയിൽ പരത്തി മഡ് പാക്ക് ഉണ്ടാക്കിയാണ് ഉപയോഗിക്കുന്നത്. ശരീരത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് രക്തചംക്രമണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മഡ് പാക്കുകൾ ഉപയോഗിക്കുന്നത്. വയറ്, നെഞ്ച്, നെറ്റി, നടുവേദന ഉള്ളയാൾക്ക് പുറത്ത്, മുട്ടുവേദന ഉള്ളയാൾക്ക് മുട്ടിന്, ഈ രീതിയിലൊക്കെയാണ് കളിമൺ പാക്കുകൾ ഈ ചികിത്സാ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പ്രമേഹ രോഗികൾ, ഹൃദ്രോഗികൾ, ഇവർക്കൊക്കെ വയറിനും നെഞ്ചിനും മഡ് പാക്ക് വെച്ചിട്ടുള്ള ചികിത്സ വളരെയേറെ ഫലപ്രദമാണ്. മഹാത്മാ പ്രകൃതിചികിത്സാ കേന്ദ്രത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം രോഗികൾ വരുന്നത് ഹൃദ്രോഗ ചികിത്സക്കും ഒബേസിറ്റിയുടെ ചികിത്സക്കുമാണ്. ബൈപ്പാസ് സർജറി വേണം, അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് സ്റ്റെൻഡ് ഇടണം എന്ന് പറഞ്ഞിട്ടുള്ള നൂറുകണക്കിന് ആളുകൾ ആ ബൈപ്പാസ് സർജറി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രകൃതിചികിത്സയെ ആശ്രയിക്കുന്നുണ്ട്. ഉപവാസം, ഭക്ഷണ നിയന്ത്രണം, വിവിധതരം ജലചികിത്സാ രീതികൾ, ഇവ വഴി ബൈപ്പാസ് സർജറി പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഒബേസിറ്റി, പൊണ്ണത്തടി കുറക്കാൻ വേണ്ടി നിരവധി രോഗികൾ ഇന്ന് പ്രകൃതിചികിത്സയെ ആശ്രയിക്കുന്നുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിന് ആനുപാതികമായി അധ്വാനിക്കാതെ പോയതിൻ്റെ ഫലമായിട്ട് ശരീരം അധികമായ ഭക്ഷണത്തെ കൊഴുപ്പ് രൂപത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ഈ കൊഴുപ്പിനെ അലിയിച്ച് കളയാൻ പ്രകൃതിചികിത്സ അങ്ങേയറ്റം ഫലപ്രദമാണ്. ഭക്ഷണമൊന്നും കൊടുക്കാതെ ഉപവസിക്കുകയും അതോടൊപ്പം വ്യായാമം, യോഗ ഇവ ചെയ്യുകയും ചെയ്താൽ സ്റ്റോറേജിൽ നിന്ന് കൊഴുപ്പ് ഡിപ്പോസിറ്റിനെ എടുത്ത് ഉപയോഗിക്കാൻ ശരീരം നിർബന്ധിതമായിത്തീരും. ഇങ്ങനെ വളരെയേറെ രോഗികൾക്ക് ഒബേസിറ്റി കുറക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ 2 തരം രോഗികളുമാണ് ഇന്ന് ഏറ്റവും അധികം മഹാത്മാ പ്രകൃതിചികിത്സാ കേന്ദ്രത്തെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. I came about this Mahatma Care Center from one of our close friends. They are living here in Kunnur. So they told me everything about here. So we came here. We found it's very nice. The atmosphere is very nice, and the people out here are very good, cooperative, and the yoga teacher, the doctors, the attendants, all are very nice. And when I came, my weight has reduced around 5 kg.
but for last 2 days I didn't see how much it has reduced. And with the when we came they told us to do fasting. So for last 9 days I am fasting, and we are doing yoga and walking, and the treatments are given to us like mud treatment, tub treatment, and like that. And I find it's very nice and it's helpful for me, because not even 1 kg was reducing, but now it has reduced around 5 kg, and inshallah I think more 2 or 3 kg it will reduce. ഞാൻ 17 വർഷം മുമ്പ് ആകസ്മികമായി നടന്ന ഒരു ആക്സിഡൻറ്റ് ഭാഗമായി